Now I want to leave you with one last thought. ഇനി എനിക്ക് ഏറ്റവും ഒടുവിൽ എൻ്റെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Everybody knows that I fight the BJP. 24/7 I fight the BJP. 24 hours a day I fight the BJP. എല്ലാവർക്കും അറിയാം, ഞാൻ 24 മണിക്കൂറും BJPയുമായി ആശയപരമായി യുദ്ധം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. I disagree with them ideologically. I disagree with what they're trying to do to our country. I disagree with their basic ideas. And I get up in the morning and I think, okay, how am I going to fight them? സൈദ്ധാന്തികമായി ഞാൻ അവരുമായി വിയോജിക്കുന്നു. അവരുടെ നടപടികൾ, നിലപാടുകൾ എല്ലാമായി ഞാൻ വിയോജിക്കുന്നു. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ, ഈ കാര്യങ്ങളിൽ, അവരുടെ നിലപാടുകളിൽ, അവരുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് അവരുമായി ഫൈറ്റ് ചെയ്യേണ്ടത്, പോരടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. And at the same time, when I'm getting up and thinking of how to fight the BJP, hundreds of BJP leaders are getting up thinking how to fight Rahul Gandhi. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ആശയപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, BJPയുടെ നേതാക്കന്മാർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ചിന്തിക്കും, നമ്മുടെ രാജ്യവുമായി എങ്ങനെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. Now you know that anyone who fights the BJP has to pay a price. നിങ്ങൾക്കറിയാമല്ലോ, BJPയുമായി ഏതെങ്കിലും തരത്തിൽ സംഘർഷം എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് വലിയ വില കൊടുക്കേണ്ടതായി വരും എന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. Because they are fascists and if you attack them, they will attack you back with all the force that they have. അതിന്റെ കാരണം എന്താണ്? അവർ ഏകാധിപത്യ ശൈലിയിൽ വിശ്വസിക്കുന്നു, ഏകാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എതിർപ്പുകളെ അടിച്ചമർത്തുക എന്നുള്ള സമീപനമാണ് അവർ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്.